സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുവചനവുമായി ഞങ്ങളുടെ മുന്നിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും, എങ്ങനെ ദൈവത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിച്ചെടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് തിരുവചനത്തിൽ ധ്യാനിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം ഇവിടെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കുക. തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ സന്തോഷത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ അത് കേൾക്കാൻ നിങ്ങളെ മനസ്സിനെ ഒരുക്കുക. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കുറച്ച് സമയം നിങ്ങളെ വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കും. സ്തോത്രം. കാരണം ദൈവമാണ് വചനം. വചനമാണ് നമ്മളെ വിടുവിക്കുന്നത്. വചനമാണ് നമ്മളെ രക്ഷിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നതിനെ നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നത് ആവശ്യമാണ്. തിരുവചനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ നമുക്ക് ധ്യാനിക്കാം. ആദ്യമായി കർത്താവ് മുഖവരിയായി തന്നിരിക്കുന്ന തിരുവചനം എഫേസ്യർക്കുള്ള ലേഖനം അതിൻ്റെ 6:18 ഞാൻ വായിക്കുന്നു. നിങ്ങൾ അത് വേദപുസ്തകം കയ്യിലിരിക്കുന്നുവെങ്കിൽ എടുത്ത് അതിനെ വായിച്ചു നോക്കുക. സ്തോത്രം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. സ്തോത്രം. ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച സ്വർഗീയ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും അധികാരമുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രിയ പിതാവേ, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ പോകുന്നു. പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ പ്രാർത്ഥനാ ജീവിതം എന്തെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ എന്നെ അങ്ങ് ഉപയോഗിക്കുന്നുവല്ലോ. എന്നിലൂടെ കർത്താവ് സംസാരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകണം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വിടുതലുകൾ ഉണ്ടാകണം. അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കണം. അവർ സന്തോഷമുള്ളവരായിത്തീരണം, സമാധാനമുള്ളവരായിത്തീരണം, അവർ സൗഖ്യമുള്ളവരായിത്തീരണം, അവർ വിശ്വാസത്തിൽ ഉറയ്ക്കണം. എല്ലാം കർത്താവിൻ്റെ വചനത്തിൽ കൂടെ അവർ മനസ്സിലാക്കണം. പ്രാർത്ഥന ജീവിതം എങ്ങനെയെന്ന് അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കർത്താവ് തന്നെ ഇതിൽ പ്രവർത്തിക്കണം. കർത്താവേ, അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങിയെന്ന് തിരുവചനത്തിൽ കാണുന്നല്ലോ. അതേപോലെ ഈ വചനം കേൾക്കുന്നവരുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, ഓരോരുത്തരുടെയും ശരീരങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ. അതിനായി ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്നവരെയും സമർപ്പിക്കുന്നു. മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രവും എല്ലാം കർത്താവിനുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗപിതാവേ. ആമേൻ. സ്തോത്രം കർത്താവേ, സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് മടുത്തു പോകാതെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് തിരുവചനത്തിൽ പഠിപ്പിച്ചതിനെക്കുറിച്ച് തന്നെ ഇവിടെ പറഞ്ഞ് തരികയുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതം അത് നാം കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പല സ്ഥലങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തന്നെ പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുമുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഓരോരുത്തരും ഓരോരോ ആവശ്യങ്ങളുമായിട്ടാണ് പ്രാർത്ഥന ചെയ്യുന്നത്, പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, പ്രാർത്ഥന ചെയ്യുന്നത്, പല സ്ഥലങ്ങളിൽ അതിനായിട്ട് പോകുന്നതും പല സ്ഥലങ്ങളിൽ പോയി മുട്ടുമടക്കുന്നതും പലരുടെ മുന്നിൽ മുട്ടുമടക്കുന്നതും എല്ലാം പ്രാർത്ഥനയാണ്. ഓരോരുത്തരുടെ അടുക്കൽ പോകുന്നത് പ്രാർത്ഥന, എല്ലാം പ്രാർത്ഥന. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചതും ആ രീതിയിലാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. കർത്താവേ, ഞങ്ങളെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് അത് പഠിപ്പിച്ചു. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സകല പ്രാർത്ഥനയാലും അതുപോലെ യാചനയാലും പ്രാർത്ഥിക്കുക, യാചിക്കുക. അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് യാചിക്കുക, അതുപോലെ ഏതു നേരത്തും ആത്മാവിൽ
പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചു കൊണ്ടിരിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിനെ ഓർമ്മപ്പെടുത്തി. നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിച്ചു, കുറച്ച് കഴിഞ്ഞ് വിട്ടുകളഞ്ഞു, പ്രാർത്ഥിച്ചു വിട്ടുകളഞ്ഞു. അങ്ങനെയല്ല. നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിച്ച് അത് നമ്മൾ ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു, നമ്മളെ വിഷയങ്ങളെ സമർപ്പിച്ചായി. അപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം, നമ്മൾ ജാഗരിച്ചുകൊണ്ടിരിക്കണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. പ്രാർത്ഥിച്ച് വിട്ടുകളയാനല്ല, പ്രാർത്ഥിച്ചതിന് ശേഷം അത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനു വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുക. എപ്പോൾ കിട്ടും. ഇപ്പോൾ ഭവനത്തിൽ തന്നെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഒരു കാര്യം അപ്പൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് വരെ നമ്മളുടെ ചിന്ത എപ്പോഴും അതെപ്പോൾ കിട്ടും എന്നുള്ള ആ മനോഭാവത്തിലായിരിക്കും നമ്മൾ പോവുക. നമ്മളെല്ലാം കുഞ്ഞുങ്ങളായിരുന്നിട്ട് വളർന്നവരാണ്. അതുകൊണ്ട് നമുക്കറിയാൻ സാധിക്കും നമുക്ക് എപ്പോൾ കിട്ടും. നമ്മളെ മനസ്സിൽ എപ്പോഴും ആ ചിന്ത കാണും, എപ്പോൾ കിട്ടും. ഒരാവശ്യം നമ്മൾ ചോദിച്ചു, അപ്പൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, ഇതിന് എപ്പോൾ കിട്ടും. കിട്ടുന്നത് വരയ്ക്കും മനസ്സിൽ ആ ഇത് നടന്നുകൊണ്ടേയിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ ആവശ്യങ്ങളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾ കിട്ടുന്നത് വരെ എപ്പോൾ കിട്ടും എന്നുള്ള ആ ചിന്ത നമുക്ക് എപ്പോഴും വേണം. അതിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ജാഗരിച്ചുകൊണ്ടേയിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് വരെ നമുക്ക് പിടി വിടാനേ പാടില്ല. പ്രാർത്ഥന പിടി, അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് അവിടെ തിരുവചനത്തിൽ ഓർമ്മപ്പെടുത്തിയത്. അതേപോലെ തന്നെ ഇവിടെയും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യം, അപ്പോസ്തലനായ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കണം. നമ്മൾ ആത്മാവിൽ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവ് വാസം ചെയ്യണം. ഇതിനെ ഞാൻ ഒരു വചനത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ, ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ കർത്താവ് അവരുടെ പ്രാർത്ഥന രീതി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അവരെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് നമുക്ക് മത്തായി സുവിശേഷത്തിൽ നമുക്ക് നോക്കാം. പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ടത് ആഹാരം നമുക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന. എന്നാൽ ഇതിൽ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഇന്ന് പലർക്കും പരാജയം സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? എല്ലാവരും പ്രാർത്ഥിക്കുന്ന വീരരാണ്, നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നു ദൈവത്തോടുകൂടെ, എന്നാൽ ഉത്തരം കിട്ടുന്നില്ല. പ്രാർത്ഥന എന്ന് വെച്ചാൽ ഭയങ്കര പ്രാർത്ഥനയാണ്, തകർപ്പൻ പ്രാർത്ഥന. അത് ചിലർ ഉച്ചത്തിൽ പ്രാർത്ഥിക്കും, ചിലത് മൗനമായിട്ട് പ്രാർത്ഥിക്കും, എങ്ങനെയും പ്രാർത്ഥിക്കും, എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ഇതിന് തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ട്. എന്ത് തടസ്സം എന്നുള്ളതിനെയാണ് ഇവിടെ കർത്താവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനുഷ്യന്, എന്നാൽ അത് തന്നെയാണ് അത്യാവശ്യം. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിച്ച് ആത്മാവിൽ വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നാം ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതമെന്ന് പറയുന്നത് അതാണ്. ആത്മീയ ജീവിതമെന്ന് പറയുന്നത് ഈ കർത്താവ് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ നമ്മൾ അതേപോലെ അനുസരിക്കുന്നതാണ് ആത്മീയ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ അത് വേണം, എങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് അടുക്കാൻ സാധിക്കും. ആ തിരുവചനം നമുക്ക് മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം ആ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞിട്ട് അവസാനം പറയുന്നു. 15-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യമാണ് ഇന്ന് പലരുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് തടസ്സമായിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു സ്വഭാവം വച്ചുകൊണ്ട്, അതായത് മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കാൻ കഴിയാതെ ഇരുന്നാൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് മാപ്പ് ലഭിക്കുകയില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, നീ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ബലി അർപ്പിക്കുവാൻ പോകുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് വഴിയിൽ വെച്ച് ഓർമ്മ വന്നാൽ നീ അവിടെ വച്ചിട്ട് ആദ്യം പോയി നിന്റെ സഹോദരനോട് രമ്യതപ്പെടുക. ആദ്യം പോയി നിന്റെ സഹോദരനോട് രമ്യതപ്പെട്ടിട്ട് പിന്നെ വന്ന് നിന്റെ യാഗം അർപ്പിക്കുക. പ്രിയമുള്ളവരെ, ഇതാണ് നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് പലരും ഈ ഒരു കാര്യത്തിന് തയ്യാറല്ല. എന്തുകൊണ്ടെന്നാൽ ഇതിത്തിരി കഠിനമായിട്ടുള്ള കാര്യമെന്നാണ് മനുഷ്യന് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മളെ മനസ്സ്, നമ്മളെ ഉള്ളിൽ ദൈവം വസിക്കണം എന്ന് ഒരു വ്യക്തിക്ക് ചിന്തയുണ്ടെങ്കിൽ അവൻ ഏത് തരത്തിൽ താഴാനും അവൻ തയ്യാറാവും. ഞാൻ പിടിച്ചിരിക്കുന്നതേ വലുത്, ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ഈ അടുപ്പത്തിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ദൈവമായിട്ട് അടുപ്പത്തിലേക്ക് വരാതിരുന്നാൽ നാം എങ്ങനെ പ്രാർത്ഥിക്കും? ദൈവമായിട്ട് നമുക്ക് അടുപ്പം വേണമല്ലോ. അടുപ്പം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റൂ. പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്വഭാവം നമ്മളിലേക്ക് വരണം. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ നിങ്ങൾക്ക് ക്ഷമിക്കണം. കാരണം നാം നമ്മുടെ പിഴകളെ ക്ഷമിച്ചാൽ തന്നെ ദൈവം നമുക്ക് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇതെല്ലാം വച്ചിട്ട് ഇന്ന് പ്രിയമുള്ളവരെ ഇന്ന് കാണുവാൻ സാധിക്കും, ഒരു കുടുംബം ഒരിടത്ത് താമസിക്കുന്നുവെങ്കിൽ അയൽവശത്ത് എല്ലാം പിണക്കമായിരിക്കും. ആരിടത്തും മിണ്ടൂല്ല. എല്ലാം ഇങ്ങനെ ചവളയും കനപ്പിച്ചുകൊണ്ട് അങ്ങ് നടക്കും. ആരും മിണ്ടൂല്ല. പരസ്പരം പിണക്കം. ഈ പിണക്കവും വച്ചിട്ട് അങ്ങ് ആലയത്തിൽ പോവും. ആലയത്തിൽ പോയി കുംഭസാരം നടത്തും. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഭാഗത്തിൽ ഈ കുംഭസാരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങേര് വശമായിട്ട് ഒരു കുടുംബത്തെ നശിപ്പിച്ചത്. അപ്പോൾ അതെല്ലാം ഇരിക്കട്ടെ ഒരു സൈഡ്. എന്നാൽ ഈ വെറുപ്പും ഈ വിദ്വേഷവും ഇതെല്ലാം വച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോവും. ദൈവസന്നിധിയിൽ ചെന്നിട്ട് അവിടെ കുംഭസാരം നടത്തും. ആരടുത്ത്? ആ കുംഭസാരം ചെയ്യുന്ന വ്യക്തിയെ വിഗ്രഹാരാധനയും ചെയ്ത് ആഭിചാരവും ചെയ്ത് ഇരിക്കുന്നവനാണ്. അവൻ ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്ന വ്യക്തിയല്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് ദൈവമില്ല. അതാണ് യഥാർത്ഥ സത്യം. വിഗ്രഹം എവിടെ ഉണ്ടോ, ഏത് സ്ഥലത്ത് വിഗ്രഹം വച്ചിട്ടുണ്ടോ ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ജനങ്ങൾ തിരികൊളുത്തുകയും മുട്ടുമടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ ആ സ്ഥലത്തിൽ ദൈവമില്ല. അവിടെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലുമല്ല. ആ വ്യക്തിയുടെ അടുക്കലാണ് ചെന്നിട്ട് കുംഭസാരം നടത്തുന്നത്, പ്രാർത്ഥിക്കും, എൻ്റെ തെറ്റുകളെ ഏറ്റു പറയുന്നത്. ആ വ്യക്തി എന്ത് പറയും? ഞാൻ നിനക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു. ആ വ്യക്തി ക്ഷമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വചനത്തെ തിരുത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നീ ആദ്യം രമ്യതപ്പെടുക. എവിടെയാണ് നീ അയൽവശത്താണോ, ആരടുത്താണ് നീ പിണങ്ങിയിരിക്കുന്നു, ആരടുത്ത് നീ മിണ്ടുന്നില്ല, ആ വ്യക്തിയോട് ആദ്യം ചെന്ന് സംസാരിക്കുക. ആ വ്യക്തിയോട് നീ രമ്യതപ്പെടുക. ആ വ്യക്തിയെ സ്നേഹിക്കുക. ആ വ്യക്തിയെ സ്നേഹിച്ചിട്ട് വന്നിട്ട് നിൻ്റെ പ്രാർത്ഥന ചെയ്. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഇത്തിരി കഠിനമുള്ള കാര്യമാണ്. അതാണ് ആത്മീയ ജീവിതത്തിൽ വേണ്ടത്. അല്ലാതെ ഇതെല്ലാം വച്ചിട്ട് നീ കാണുന്ന എല്ലാവരുടെ അടുത്തും ശത്രുതയും ഉണ്ടാക്കി വെച്ചിട്ട് വെറുപ്പും വച്ചിട്ട്, ഈ പിശാചെന്ന് പറയുന്നവനാണ് വെറുപ്പ്.
ചെന്ന് ഒരല്പം താന്ന് കൊടുത്തെന്ന് എന്ത് സംഭവിക്കാൻ പോണം? കഴിഞ്ഞു, ഇനി നീ ഇതൊന്നും മനസ്സിൽ വയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ഒരു ക്ഷമ ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താണ് നഷ്ടം? എന്തെങ്കിലും നഷ്ടമുണ്ടോ? അങ്ങനെ രമ്യതപ്പെട്ടുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണം എന്താണ് പ്രിയമുള്ളവരെ ഈ കർത്താവിൻ്റെ തിരുവചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പടിച്ചവിട്ടാണ് പ്രിയമുള്ളവരെ നാം ഇവിടെ കാണുന്ന ഒന്നാമത്തെ പടിച്ചവിട്ട്, മറ്റുള്ളവരോട് ക്ഷമിക്കുക. ക്ഷമിച്ച് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുക. ഞാൻ ഒരുത്തൻ്റെ തെറ്റ് ക്ഷമിക്കുന്നില്ല എങ്കിൽ ദൈവം എങ്ങനെ എന്നോട് ക്ഷമിക്കും? അതാണ് ഇവിടെ ചോദ്യം. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ദൈവം എന്നോട് എങ്ങനെ ക്ഷമിക്കും? ആരെടുത്ത് ചോദിക്കും? ആരെടുത്ത് ക്ഷമ ചോദിക്കും? ദൈവമല്ലേ ക്ഷമിക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവർ, നാം ദൈവത്തോട് ക്ഷമ ചോദിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരെടുത്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവരോട് നാം ക്ഷമിക്കാൻ തയ്യാറാവണം. അവരോട് നാം ക്ഷമിക്കണം എന്ന് പ്രിയമുള്ളവരെ ഈ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവരായിത്തീരും. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തിയിലേക്ക് കടന്നു വരും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെറുപ്പിരിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരാനാണ് പറയുന്നത്. ദൈവം സ്നേഹമാണ്. സ്നേഹമായ ദൈവം നമ്മളിലേക്ക് വന്നാലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി കിട്ടുകയുള്ളൂ. അതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് അവിടെ പല ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ നാം കണ്ട ഭാഗം എപ്പോഴും ജാഗരിച്ചു കൊണ്ടിരിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഇവിടെ കർത്താവ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഇപ്രകാരമാണ്, നമുക്ക് അതിനെ ധ്യാനിക്കാം. ലൂക്കോസ് സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ അതേ ഇത് തന്നെ ഒരല്പം വ്യത്യാസത്തിൽ പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ലൂക്കോസ് സുവിശേഷം 11. സ്തോത്രം. അതിൽ 8-9 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷം 11:8. സ്തോത്രം. ഇവിടെ കർത്താവ് ഒരു പ്രാർത്ഥന, ഇതും ഒരു പ്രാർത്ഥന വിഷയത്തെക്കുറിച്ചാണ് പറയണത്. കർത്താവ് പറയുന്നു, നിങ്ങൾ യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഇത് എല്ലാവരും അറിയുന്ന കാര്യമാണ്. യാചിക്കുവിൻ കിട്ടും, അന്വേഷിക്കുവിൻ കണ്ടെത്തുവിൻ, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരുപാട് കാലം കൊണ്ടേ പാട്ടുകൾ പോലും ഇതിൽ പാടി ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇതൊക്കെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. കർത്താവ് ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഉപമ ലൂക്കോസ് സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വേറൊരു രീതിയിൽ ഈ ഉപമ പറഞ്ഞിരിക്കുകയാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാം. പിന്നെ ഇത് ഞാൻ വായിക്കുന്നുണ്ട്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഏതും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് പറഞ്ഞിട്ടാണ് യാചിപ്പിൻ കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തുൻ, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ലജ്ജ കൂടാതെ, ലജ്ജ
അതായത് ഇന്ന് പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഉള്ളിൽ ഞാൻ ഒരു പ്രാവശ്യം കേട്ടു മതി, ഇനി കേൾക്കുന്ന പരിപാടിയേ ഇല്ല. പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല. അവിടെ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ പറയുന്നു ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുക. ലജ്ജ, അതായത് ചോദിക്കുന്നതിന് ലജ്ജ കൂടാതെ, എന്നുവെച്ചാൽ നാണം കൂടാതെ. നാണിക്കരുത്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ചോദിക്കാനുള്ള നാണം വരരുത്. ലജ്ജ കൂടാതെ നീ ചോദിക്കുന്നത് കൊണ്ട് ദൈവം തരുവാൻ മതിയാവനാണ്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ഇത്രയും ഒരു കാര്യം ഉപമയിൽ കൂടെ കർത്താവ് ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുവരെ കർത്താവ് ഇത് പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, ലജ്ജ കൂടാതെ, നാണിക്കാതെ. അതായത് എനിക്കിന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം എന്ന് ഓരോരുത്തർ പറഞ്ഞ് ചോദിക്കുമ്പോൾ ലജ്ജ കൂടാതെ, നാണിക്കാതെ നീ ചോദിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് തിരുവചനത്തിൽ കഴിഞ്ഞ ഭാഗത്തിലൊക്കെ ഓർമ്മപ്പെടുത്തി. വേറൊരു ഭാഗത്ത് ഇത് പറഞ്ഞിരിക്കുന്നു, ഇതൊക്കെ നിനക്ക് ആവശ്യമാണ്, ആദ്യം അവിടുത്തെ നീതിയും രാജ്യവും അന്വേഷിക്കുക. അവിടെ പറഞ്ഞ അതേ കർത്താവ് തന്നെ ഇവിടെ ഈ കാര്യം പഠിപ്പിക്കുന്നു. ഇങ്ങനെ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു? എന്തുകൊണ്ടെന്നാൽ മനുഷ്യന് ആവശ്യങ്ങളെ ചോദിക്കാൻ ദൈവം പറയുകയാണ്, അനുവാദമുണ്ട്. എന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളെന്ത്? ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക എന്നുള്ളതാണ്. ആ നീതിയിൽപ്പെടുന്ന കാര്യമാണ് പ്രിയമുള്ളവരെ നാം ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അവസാനം കണ്ട ഭാഗം. ദൈവത്തിൻ്റെ നീതിയിൽപ്പെടുന്നതാണ്. നിന്റെ സഹോദരന് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അവനോട് ചെന്ന് രമ്യതപ്പെടുക. നിന്റെ ശത്രുവിനോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റാതെ വന്നാൽ നീ എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് നിനക്ക് ക്ഷമ കിട്ടും? അത് മാത്രമല്ല, ദൈവത്തോട് ചോദിക്കാനും പറ്റും. ദൈവത്തോട് ചോദിക്കണമെങ്കിൽ എനിക്ക് അതിൽ ഒരു ഉത്തരവാദിത്തം വേണം, എനിക്കൊരു പൊറുപ്പ് വേണം. ഞാൻ പുത്രനായി തീരണം, പുത്രിയായി തീരണം. അപ്പം പുത്രനും ആയില്ല, പുത്രിയും ആയില്ല, ദൈവത്തിൽ നിന്ന് അകന്നാണ് ഇരിക്കുന്നത്. ഉള്ളിൽ വെറുപ്പിരിക്കുന്നു, ദൈവം എന്നിൽ വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനിലേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നീ എങ്ങനെ പ്രാർത്ഥിക്കും? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്ന് പറഞ്ഞ് വ്യക്തമായ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീയെ എപ്പോഴും പാപി പാപി പാപി. ആ പാപി എന്ന് പറഞ്ഞുകൊണ്ട് നീ നടന്നാൽ എങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കും? അതുകൊണ്ടല്ലേ ഇന്ന് മരിച്ചവരോടും മൗനതയിലായവരോടൊക്കെ പ്രാർത്ഥിക്കാൻ നടക്കുന്നത്. മരിച്ചവരോടും മൗനതയിലായവരോടൊക്കെ പ്രാർത്ഥിക്കാൻ നടക്കുന്നത് എന്തിനാണ്? നിനക്ക് നിൻ്റെ ശത്രുവിനെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, നിനക്ക് അവരെ എപ്പോഴും മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്നു, അയൽവാസികളുമായിട്ട് ഒരു രമ്യതയും ഇല്ല. പിന്നെ നീ എന്തിനാണ് ദൈവസന്നിധിയിൽ പോണത്? ദൈവം അവിടെ ആരെ കാണാൻ? അവിടെ ആരും നിന്നെ കാണാൻ പോകുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയെ ദൈവം അങ്ങ് അടുപ്പിക്കത്തില്ല. മാനസാന്തരം വേണം പ്രിയമുള്ളവരെ, മാനസാന്തരം. ദൈവം അങ്ങനെയുള്ള വ്യക്തിയെ അടുപ്പിക്കത്തില്ല അടുത്ത്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. തെറ്റായ ഇതാണ്. ആരെങ്കിലും അങ്ങനെ പഠിപ്പിക്കുന്നുവെങ്കിൽ അവൻ കള്ളനാണ്. ആരെങ്കിലും അങ്ങനെ പഠിപ്പിക്കുന്നുവെങ്കിൽ അവൻ കള്ളനാണ്. ദൈവം അങ്ങനെ പറയുന്നേയില്ല. കർത്താവ് പറയുന്നു, നീ രമ്യതപ്പെടുക. വെറുപ്പ് വച്ചിരിക്കരുത് ഒരു വ്യക്തിയോട് നീ വെറുപ്പ് വച്ചിരിക്കരുത്. വെറുപ്പ് വയ്ക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോടും ക്ഷമിച്ച് നീ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് പോകുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനെ അയക്കും. നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നീ ചോദിക്ക്, യാചിക്ക്, കിട്ടും, അന്വേഷിക്ക്, കണ്ടെത്തും, മുട്ടുവൻ, തുറക്കപ്പെടും. എല്ലാം നീ മുട്ടിയാൽ നിനക്ക് തുറക്കപ്പെടും, അന്വേഷിച്ചാൽ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇതിൽ ഒരു തടസ്സവുമില്ല. പിന്നെ ഒരു തടസ്സവുമില്ല. ദൈവമായിട്ട് നീ ബന്ധത്തിലായിക്കഴിഞ്ഞാൽ. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ നാം ആദ്യമേ കണ്ടത്. എപ്പോഴും പ്രാർത്ഥനയാലും യാചനയാലും അതിനുവേണ്ടി ജാഗരിച്ചു കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞത്. ജാഗരിച്ചു കൊണ്ടേയിരിക്കുക. കർത്താവ് പറഞ്ഞത് എന്താണ്? നീ ജാഗരിച്ചു കൊണ്ടേയിരിക്കണമെങ്കിൽ നീ ആദ്യം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലേക്ക് കടന്നു വരുവാൻ തക്കതായി
നിന്നിലുള്ളതായ അശുദ്ധിയെ നീ എടുത്തു കളയണം. നിന്നിലുള്ളതായ പാപങ്ങളെ നീ എടുത്തു കളയണം. നീ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വിശുദ്ധിയുള്ളതായി തീരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് കടന്നു വരണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. ദൈവം നമുക്ക് ഉത്തരം തരും. പ്രിയമുള്ളവരെ, അതാണ് ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നാം കാണുവാൻ സാധിച്ചത്. ഈ തിരുവചനത്തിൽ വ്യക്തമായി അത് നാം മനസ്സിലാക്കുവാൻ സാധിക്കും. യാചിപ്പിൻ, നിങ്ങൾ കിട്ടും; അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ആ വചനത്തിൻ്റെ മുകൾ ഭാഗമാണ് നാം പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. മുകൾ ഭാഗം നാം പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ലജ്ജിക്കരുത്. ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ലജ്ജ കൂടാതെ. ആ കഴിഞ്ഞ ഞാൻ സുവിശേഷത്തിൽ ആ സാക്ഷ്യം ഞാൻ നിങ്ങൾക്ക് ഇട്ട് കേൾപ്പിച്ച് തന്നതാണ്. ആ സ്ത്രീ തൻ്റെ മകൻ്റെ രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം ഉത്തരം തരും എന്നുള്ള വിശ്വാസത്തോടുകൂടെ, ആ വിശ്വാസത്തോടുകൂടെയുള്ള പ്രാർത്ഥന ആ മകനെ രക്ഷിച്ചുവെന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു. അതേപോലെ തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരും നാം ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമുണ്ടെങ്കിൽ നാം എല്ലാവരും അത് ക്ഷമിക്കാൻ തയ്യാറുള്ളതായിരിക്കണം. ആരും ഈ ഭൂമിയിൽ വെറുപ്പ് കൊണ്ട് നടക്കരുത്. ഒരു വ്യക്തിയോട് വെറുപ്പ് കൊണ്ട് നടക്കാൻ പാടില്ല. ക്ഷമിക്കാൻ തയ്യാറുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം. മനുഷ്യനാണ്, മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റും, എല്ലാം ഉണ്ട്, വഴക്കുകൾ സംഭവിക്കും, എല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ നാം ക്ഷമിക്കാൻ തയ്യാറുള്ളവരാകണം. ദൈവസന്നിധാനത്തിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവ് നമ്മളെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ എവിടെ ചെന്നാലും ശരി, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് എന്തെങ്കിലും നേടണമെങ്കിൽ ഈ ഒരു കാര്യം നാം ചെയ്യാതെ നാം ഏത് സ്ഥലത്ത് പോയാലും ശരി, ഏത് മല കയറി പോയാലും ശരി, എവിടെ പോയാലും ശരി, ഒരു പ്രയോജനമില്ല. ഈ ഒരു കാര്യം ചെയ്തിട്ട് നീ ഇരിക്കുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം വിളി കേൾക്കും. ഈ ഒരു കാര്യം ചെയ്തിട്ട് നിൻ്റെ ശത്രുവിനോട് നീ ക്ഷമിച്ചുകൊണ്ട്, നിനക്ക് വെറുപ്പുള്ളവരെ നീ സ്നേഹിച്ചുകൊണ്ട്, അതാണ് കർത്താവ് പറഞ്ഞത്, ഒരു കന്നത്തടിച്ചാൽ മറുകണ്ണം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. ആ രീതിയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ കൂടെ നാം ജീവിക്കേണ്ട രീതി. ക്ഷമിച്ച് നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പോവുക. നമുക്ക് ഈ ഭൂമിയിൽ ആരോട് വെറുപ്പ് വെച്ചുകൊണ്ട് ഇരുന്നാൽ കാണാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എങ്ങനെ നമുക്ക് നേടുവാൻ സാധിക്കും? സ്വന്തം സഹോദരന്മായിട്ട് വെറുപ്പ്, സ്വന്തം സഹോദരന്മായിട്ട് സ്നേഹമില്ല, സ്വന്തം ഭവനത്തിൽ ഭാര്യയുമായിട്ട് വെറുപ്പ്, ഭർത്താവുമായിട്ട് വെറുപ്പ്, അമ്മയുമായിട്ട് വെറുപ്പ്, ഇങ്ങനെ ഓരോരുത്തരും എല്ലാം അഹംഭാവത്തിൽ ജീവിക്കുകയാണ് മനുഷ്യൻ. അഹംഭാവം കൊണ്ട് നടക്കുകയാണ്, വെറുപ്പ് വിദ്വേഷങ്ങൾ കൊണ്ട് നടക്കുകയാണ് മനുഷ്യൻ. കുടുംബത്തിൽ ഒരു ഐക്യതയില്ല, ഒരു സ്നേഹമില്ല. പള്ളിയിൽ പോവും, സഭയിൽ പോവും, അവിടെ ചെന്നിട്ട് തലമുട്ടിയടിക്കും. ആരെടുത്ത്? കർത്താവ് പറഞ്ഞതിന് ആദ്യം ചെയ്. കർത്താവ് എന്തു പറഞ്ഞു? ക്ഷമിക്കുക, സ്നേഹിക്കുക. ഒരു കുടുംബത്തിൽ ഒരു ഐക്യതയില്ല. അപ്പോൾ എങ്ങനെ ദൈവത്തോട് ചോദിക്കാൻ നിൽക്കും? ദൈവം എങ്ങനെ നിനക്ക് ഉത്തരം തരും? ഒരു കുടുംബത്തിൽ ഒരു ഐക്യതയില്ല, ഒരു അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, എല്ലാവരുടെ വെറുപ്പ്, വിദ്വേഷം, എല്ലാവരുടെ. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ഇതേ മനസ്സിൽ വെച്ചുകൊണ്ട് നീ ദൈവത്തെ സന്നിധാനത്തിൽ ചെന്ന് അവിടെ നിന്ന് മുട്ടുമടക്കുമ്പോൾ കർത്താവ് നിന്നെ നോക്കി ചിരിക്കും. ഇതാ കണ്ടില്ലേ വന്നിരിക്കുന്ന വ്യക്തി, ഇങ്ങനെയുള്ള വ്യക്തി ഇവിടെ വന്നിരുന്നുകൊണ്ട് കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നീ വിളിക്കും, ഞാൻ പുറംതിരിഞ്ഞ് കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ്റെ പുസ്തകത്തിൽ നീ വിളിക്കും, ഞാൻ പുറംതിരിഞ്ഞ് കാണിക്കും നിനക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ആവരുത് നാം ഓരോരുത്തരും. നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലും നേടുന്നവരായിരിക്കണം. അതിന് നാം ക്ഷമിക്കുന്നവരായിരിക്കണം,
സഹിക്കുന്നവരായിരിക്കണം, സ്നേഹിക്കുന്നവരായിരിക്കണം. അല്ലാതെ വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടന്നിട്ട് നീ അവിടെ പള്ളിയിൽ ചെന്നിരുന്നു കൊണ്ട് മുട്ടുമടക്കിയിരുന്നു കൊണ്ട് നിലവിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടന്നിട്ട് ഒരു പ്രയോജനവുമില്ല. എത്ര തന്നെ നീ അവിടെ കിടന്നുകൊണ്ട് വേഷകുത്ത് കാണിച്ചാലും ഒരു പ്രയോജനമില്ല. സ്വന്തം ഭർത്താവിനെ പോലും സ്നേഹിക്കാൻ കഴിയാത്ത നീ ചെന്നിട്ട് പള്ളിയിൽ ചെന്ന് കടന്നുകൊണ്ട് നിലവിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. സ്വന്തം ഭവനത്തിലുള്ള അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. നീ ചെന്നിട്ട് പള്ളിയിൽ ചെന്ന് കടന്നുകൊണ്ട് അങ്ങ് കടന്നുകൊണ്ട് നിലവിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. സ്നേഹിക്കണം. സ്നേഹമാണ് ദൈവം. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. സ്നേഹത്തിൽ കൂടെ നീ ദൈവത്തെ കാണ്. അങ്ങനെയുള്ളവരോട് പറയുന്നതാണ്, പ്രിയമുള്ളവരെ, യാചിക്കുക കിട്ടും, അന്വേഷിക്കുക കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. കർത്താവ് പറഞ്ഞ പ്രാർത്ഥനയിലും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിപ്പിൻ. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ അവരോട് ക്ഷമിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും നിങ്ങളോട് ക്ഷമിക്കും എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്, പ്രിയമുള്ളവരെ. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിവിടെ കണ്ടു കർത്താവിൻ്റെ തിരുവചനം എങ്ങനെയാണ് പ്രാർത്ഥന ജീവിതത്തിൽ കൂടെ നാം മുന്നേറേണ്ടതെന്ന്. ഇതാർക്കെങ്കിലും പ്രയാസമായിട്ട് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഇരുന്ന് ധ്യാനിച്ച് നോക്കുക. കർത്താവ് സംസാരിച്ച വചനം എന്നോടാണെന്ന് നാം ചിന്തിച്ച് നോക്കണം. ആരടുത്തെങ്കിലും വെറുപ്പുണ്ടോ? ആരടുത്തെങ്കിലും വിദ്വേഷമുണ്ടോ? ആരടുത്തെങ്കിലും ഇന്നുവരെ പിണങ്ങിയിരിക്കുന്നുവോ? മിണ്ടാതെ എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല എന്നുള്ള വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നുവോ? നീ ആദ്യം ചെയ്യേണ്ടത് ആ പിണങ്ങിയിരിക്കുന്ന വ്യക്തിയോട് നീ മിണ്ടണം. നീ ആ വ്യക്തിയെ ക്ഷമിക്കണം. നീ ആ വ്യക്തിയോട് രമ്യതപ്പെടണം. എന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പോവുക. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാവം എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇന്നതെല്ലാം ചെയ്തവനാണ് എന്ന് പറഞ്ഞു നോക്ക്. കർത്താവ് നിൻ്റെ പാവങ്ങളെ ക്ഷമിക്കാൻ എപ്പോഴും അവിടെ സന്നദ്ധനായിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാവങ്ങളെ പോക്കി നമ്മളെ വിശുദ്ധീകരിക്കും. അത് മാനസാന്തരപ്പെടുന്നവർക്കാണ്. മാനസാന്തരത്തിൻ്റെ ഒരു പടി ചവിട്ടാണിത് മക്കളെ. മാനസാന്തരത്തിൻ്റെ ഒരു പടി ചവിട്ടാണിത്. മാനസാന്തരത്തിൻ്റെ ഒരു പടി ചവിട്ട്, പ്രിയമുള്ളവരെ. മാനസാന്തരം എന്ന് പറയുന്ന ഒരുപാടുണ്ട്. ഇതിൽ ഒരു പടി ചവിട്ടാണ് ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് ക്ഷമിക്കുക. ഇന്ന് പലർക്കും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, കാണുന്നിടത്തൊക്കെ എല്ലായിടത്തും പോയി തലമുട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചത്തവരോടും എല്ലാവരോടും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം കിട്ടുന്നില്ല. ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് സാത്താൻ്റെ അടുക്കൽ പോകുന്നത്. പിശാചാരാണ്. ഈ ഭൂമിയിൽ ജീവിച്ചു പോയവരെ വിളിക്കുമ്പോൾ അവിടെ വരുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് അവൻ്റെ അടുത്ത് പോണത്. അവൻ്റെ അടുത്ത് പോകുന്നതിന് മാനസാന്തരം ആവശ്യമില്ല. നീ ഈ ഭൂമിയിൽ ജീവിച്ചു പോയ മനുഷ്യരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മാനസാന്തരം ആവശ്യമില്ല. നീ മറിയെ വിളിക്കണമെങ്കിൽ മാനസാന്തരം ആവശ്യമില്ല. അമ്മ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനും നിനക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല. ദൂതന്മാരെ വിളിക്കാനും അതുപോലെ ഈ ഭൂമിയിൽ നീ ജീവിച്ചു പോയ മനുഷ്യർ ആരെ വിളിച്ചാലും നിനക്ക് മാനസാന്തരം വേണ്ട. അവിടെ പിശാച് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്തിന്? നീ പിശാചിൻ്റെ അടുത്തല്ലേ പോണത്. അതുകൊണ്ട് പിശാച് നിനക്ക് എല്ലാം തരാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. അവൻ ഒന്നും തരത്തില്ല, നിന്നെ പറ്റിക്കും അവൻ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ചെയ്തേക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ അവൻ്റെ സന്നിധിയിൽ ഒന്നും കിട്ടൂല. അവൻ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നിന് പകരം 7 അവൻ തിരിച്ചെടുക്കും. സാത്താൻ 1 നിനക്ക് തന്നാൽ അവൻ 7 തിരിച്ചെടുക്കും. പിശാച് തിരിച്ചെടുക്കും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇന്ന് പലരും പല സ്ഥലങ്ങളിൽ പോയിട്ട് എന്തോ കാര്യസാധ്യങ്ങൾ നേടിയെടുക്കും. എന്തെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് അവരെ വിട്ടു പോകും. അവൻ്റെ ജീവിതത്തിൽ നിന്ന് അത് പോകും. അത് ഉറപ്പാണ്.
പിശാച് തരുന്നത് അവൻ തിരിച്ചെടുക്കും. അവൻ ഒരിക്കലും സ്ഥിരമായിട്ട് ആർക്കും കൊടുക്കത്തുമില്ല. എന്നാൽ ദൈവം കൊടുക്കുന്നത് അതല്ല. ദൈവം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് സ്ഥിരമായിട്ടാണ്. ദൈവം കൊടുത്താൽ തിരിച്ചെടുക്കില്ല. ഒരു സുഖം കൊടുത്തോ, തിരിച്ച് സൗഖ്യം തന്നോ, സൗഖ്യം തന്നെ. ദൈവം എന്തെങ്കിലും സമ്പത്ത് തന്നോ, തന്നത് തന്നെ കർത്താവ് തിരിച്ചെടുക്കില്ല. അങ്ങനെയുള്ള നീചൻ പ്രവൃത്തി ദൈവം ചെയ്യില്ല. അത് ചെയ്യുന്നത് ഇവനാണ്, പിശാചാണ്. അവനാണ് ഈ നീച പ്രവൃത്തി ചെയ്യുന്നത്. നിങ്ങളെല്ലാം, ആ മനുഷ്യരെല്ലാം ചിന്തിക്കും, ഞാൻ അവിടെ പോയത് കൊണ്ട്, ഞാൻ കൃപാസനത്തിൽ പോയി, ഞാൻ അവിടെ പോയി, ഞാൻ ഇന്നടത്ത് പോയി, ഞാൻ വേളാങ്കണ്ണിയിൽ പോയി, ഞാൻ കുരിശുമലയിൽ പോയി, അവിടെ പോയിട്ടാണ് എനിക്കിതൊക്കെ കിട്ടി. നീ എന്തൊരു കിട്ടിയെന്ന് വെച്ചുകൊണ്ടിരുന്നാലും ശരി, അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടിയോ അതിൽ നിന്ന് ഇരട്ടി നിന്നെ വിട്ടു പോകും. അവൻ കൊണ്ടുപോകും, വച്ചിരിക്കില്ല. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവൻ വരണത് മുടിപ്പാനും നശിപ്പിക്കാനുമാണ്. കള്ളൻ വരണത്, അവൻ കള്ളനാണ്. പിശാചായവൻ എന്ന് പറയുന്നവൻ കള്ളനാണ്, അവൻ ദുഷ്ടനാണ്, അവൻ ചതിയനാണ്. അവൻ വരണത് നശിപ്പിക്കാനാണ്, നന്നാക്കാനല്ല. ആരെയും നന്നാക്കിയ ചരിത്രമില്ല. സാത്താൻ ഈ ഭൂമിയിൽ ആരെയും നന്നാക്കിയ ചരിത്രമേ ഇല്ല. അവൻ ആദ്യം മുതലേ വഞ്ചകനാണ്, ചതിയനാണ്. ആ ചതിയനെ നിങ്ങൾ വിളിക്കുന്നത്, ആ ചതിയൻ്റെ ആത്മാവാണ് ഈ ദുഷ്ടാത്മാക്കൾ. അമ്മേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പോണില്ലേ, അമ്മേ എൻ്റെ അമ്മേ, ഈ അമ്മയെന്ന് പറഞ്ഞു പോണവൻ എല്ലാം അവൻ്റെ ദുഷ്ടാത്മാക്കളാണ്. അല്ലാതെ ഈ ഭൂമിയിൽ ഒരമ്മയും ഇല്ല. ഒരമ്മയുടെ അടുത്ത് പോയാലും നിനക്ക് ഉത്തരമില്ല. അമ്മയുടെ അടുത്ത് പോയി എന്തെങ്കിലും നിനക്ക് കിട്ടിയെങ്കിൽ അതിൽ ഇരട്ടിയായി നിന്നെ വിട്ടു പോകും, ഉറപ്പാണ്. ഇരട്ടിയായി നിന്നെ വിട്ടു പോകും. അത് പൂർണ്ണമായിട്ട് ഞാൻ വ്യക്തമായി തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. സാത്താൻ നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇരട്ടിയായി എടുക്കും. സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എല്ലാത്തെയും വിട്ടിട്ട് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ മുട്ടുമടക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞതിനെ അനുസരിക്കുക. യേശു ക്രിസ്തു നമ്മുടെ പിതാവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകൻ, നമ്മളെ സർവ്വതും, നമ്മളെ വീണ്ടെടുത്തവൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ കയറിയവൻ, നമുക്ക് വേണ്ടി അവൻ പറഞ്ഞതിനെ കേൾക്കുക. ആ കർത്താവ് പറഞ്ഞതിനെ കേൾക്കുക. കർത്താവ് പറഞ്ഞതാണ് വഴി. അതാണ് കർത്താവ് പറഞ്ഞത്. ഓരോ നാളും നിങ്ങളുടെ കുരിശെടുത്ത് എൻ്റെ പുറകെ വരുവിൻ. ഓരോ നാളും, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പുറകെ പോകാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ ആദ്യം ചെയ്യാൻ തയ്യാറാവണം. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ കാര്യം ആദ്യം നാം ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ ദൈവസന്നിധാനത്തിൽ നിന്ന് നമുക്ക് എല്ലാം ലഭിക്കും. തയ്യാറാകുമോ? നമുക്ക് വീണ്ടും പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. ഇന്ന് സ്തോത്രം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിശ്വാസ ജീവിതം. എന്നാൽ ദൈവസന്നിധാനത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥനയിൽ കൂടെ ഉത്തരം കിട്ടാൻ, പ്രാർത്ഥിക്കാൻ, നമ്മൾ ദൈവസന്നിധാനത്തിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കാൻ തക്കവണ്ണം നാം നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരായിരിക്കണം. ഈ പറഞ്ഞ കാര്യം നാം ചെയ്യാൻ തയ്യാറാവണം. ഇത്തിരി കടുപ്പമുള്ള കാര്യമാണ് ക്ഷമിക്കുക, ചെന്ന് ക്ഷമ ചോദിക്കുക എന്നുള്ളത്. സഹോദര, ഒരിക്കൽ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മളെ ശരീരത്തിന് തൊളിഞ്ഞു പോകുമോ? ശരീരത്തിന് എന്തെങ്കിലും തൊളിഞ്ഞു പോകുമോ? സഹോദര, സഹോദരി, എന്തെങ്കിലും തൊളിഞ്ഞു പോകുമോ? ഇത് ചെയ്യുന്നത് മുഖാന്തരം നമ്മളിലേക്ക് വരാൻ പോകുന്ന അനുഗ്രഹം സ്വർഗത്തിലെ അനുഗ്രഹമാണ്. സ്വർഗത്തിലെ അനുഗ്രഹം. ഇത് നമ്മൾ ചെയ്യുന്നത് മുഖാന്തരം വരുന്നത് സ്വർഗത്തിലെ അനുഗ്രഹമാണ്. ഇന്ന് വരെ നീ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കിടക്കുന്നുവെങ്കിൽ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ഇന്ന് വരെ നീ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ കിടക്കുന്നുവെങ്കിൽ, ഇതാ കർത്താവ് നിന്നോട് സംസാരിക്കുന്നു. നീ കേട്ടുകൊള്ളുക. നീ ആദ്യം ഇത് ചെയ്യുക. വാ, നിനക്ക് ഉത്തരം കിട്ടും. നിന്റെ പ്രാർത്ഥന ഉത്തരം കിട്ടും, ഉറപ്പാണ്. ഇതുവരെ നീ പ്രാർത്ഥിച്ചു, നിനക്കൊന്നും ഉത്തരം കിട്ടിയില്ലയോ? സഹോദര, എവിടെയാണ് നിനക്ക് തെറ്റുപറ്റി? അതിനെക്കുറിച്ച് ചിന്തിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. രമ്യതപ്പെടേണ്ട അടുത്ത് ചെന്ന് രമ്യതപ്പെടുക. അപ്പൻ്റെ കൂടെയാണോ, അമ്മയുടെ കൂടെയാണോ, ഇല്ല ഭാര്യയോടെയാണോ, ഇല്ല ഭർത്താവിൻ്റെ കൂടെയാണോ, മക്കളോടാണോ, ഇല്ല അയൽവാസികളോടാണോ? ആരോടാണ് നിനക്ക് വെറുപ്പ്? ആരോടാണ് നീ പിണങ്ങിയിരിക്കുന്നു? ആരോടാണ്? പോ,
ചെന്നാദ്യം അവരുടെ അടുത്ത് സംസാരിക്ക്, അവരുമായിട്ട് രമ്യതപ്പെട്. ചെന്നിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടുമടക്ക്. ഇതാ ദൈവം നിനക്ക് ഉത്തരം തരാൻ റെഡിയായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയമുള്ള സഹോദര സഹോദരി, നീ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് ഈ കാര്യങ്ങളെ നേടുവാൻ നിനക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു കാര്യമാണ്. അതിനെ നീ നിരപ്പാക്കുക. സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധാനത്തിൽ ജാഗരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നന്മകളെ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഈ പ്രാർത്ഥന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. സ്തോത്രം. കർത്താവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, സർവശക്തനായുള്ളവേ, പരിശുദ്ധനായുള്ളവേ, ഞങ്ങളെ പിതാവേ, ഞങ്ങളെ കർത്താവേ, ഞങ്ങളെ ദൈവമേ, ഈ തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹോദരിമാർ, ഇവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇവർ പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇവരെ വീണ്ടും വീണ്ടും ഇവരെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു വരട്ടെ, കടന്നു ചെല്ലട്ടെ. കർത്താവേ, ഇവരുടെ ഹൃദയങ്ങളിൽ ആരെടുത്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവേ, അത് അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള കഴിവ് കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് ദിവസം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇവർ ക്ഷമിക്കാൻ തയ്യാറാവുമ്പോൾ തന്നെ അവർ ആ കാര്യങ്ങളിൽ നിന്ന് എല്ലാം വിടുതൽ പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. അവർക്ക് ക്ഷമിക്കാനുള്ള ശക്തി കൊടുക്കണം. അവരെ ബലപ്പെടുത്തണം. കർത്താവേ, അവരുടെ ജീവിതത്തിൽ സാത്താൻ്റെ ഒരു പ്രവൃത്തിയിനെ നടക്കരുത്, സാത്താൻ ജയമെടുക്കരുത്. അവർ സകലത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടവരായി ഭൂമിയിൽ ജീവിക്കണം. അവർ എല്ലാവരും, ഈ തിരുവചനങ്ങൾ കേൾക്കുന്ന എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വാസത്തോടെ നിന്ന്, കർത്താവ് തിരുവചനത്തിൽ വാഗ്ദത്തം പറഞ്ഞതുപോലെ യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ അതേ വചനം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കുകയാണ്. മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രം എല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. സ്തോത്രം കർത്താവേ. സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയിൽ വളരട്ടെ. എല്ലാവരും പ്രാർത്ഥനയിൽ വളർന്ന് എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അടുത്തും പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് നാം കൂടുതലായി ചിന്തിക്കുവാൻ പോകുന്നു. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം അതിനെ സഹായിക്കും. സ്തോത്രം.